ഇന്നത്തെ സ്പെഷ്യൽ വാർത്തകളുമായി ഷാജി കടക്കൽ. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ പ്രകാരം സ്കീം തൊഴിലാളികൾക്ക് പൂർണ്ണ തൊഴിലാളി പദവി നൽകണമെന്ന് കേരള മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയോട് ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രിയെ അഭിസംബോധന ചെയ്ത കത്തിൽ അംഗൻവാടി തൊഴിലാളികൾ, ആശാ തൊഴിലാളികൾ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, മറ്റ് സ്കീം അധിഷ്ഠിത തൊഴിലാളികൾ എന്നിവർക്ക് അർഹമായ അവകാശം നൽകേണ്ട ആവശ്യകത മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. വാർത്തകൾ വിശദമായി. ആശാവർക്കർമാരുടെ സമരത്തോട് സംസ്ഥാന സർക്കാർ അനുഭാവം കാണിക്കണമെന്നും അവരവരുടെ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലാണ് ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും വോളണ്ടിയറിംഗ് കൂട്ടാൻ സർക്കാർ വിസമ്മതിക്കുന്നതെങ്കിൽ അത്രയും തുക കണ്ടെത്താനുള്ള വഴികൾ താൻ നിർദ്ദേശിക്കാമെന്ന് KPC പ്രസിഡന്റ് K സുധാകരൻ. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടി നടത്തുന്ന രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക്. സമരസമിതി നേതാവ് MA ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സമര കേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കും കടന്നു. സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ആശാവർക്കർമാരുടെ വേതനം കൂട്ടാൻ ആലോചനയെന്ന് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച നിയമവശങ്ങൾ പരിശോധിക്കാൻ പോഷക സംഘടനയായ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജിനെ KPC ചുമതലപ്പെടുത്തി. മിഷൻ 2026 തന്നെയാണ് പ്രധാന പ്ലാനെന്ന് പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിന്റെ ധനസ്ഥിതി ദുർബലമാണെന്നും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് NDAയ്ക്ക് മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടിയിൽ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ വേണം. സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങളുടെ പ്രകടനവും അനുവദിക്കരുത്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ ഓഫീസറുടെ മേഖലാ യോഗങ്ങളിലാണ് മന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. ഓപ്പറേഷൻ D100 ഭാഗമായി ഇന്നലെ സംസ്ഥാന ഭാഗമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും സംബന്ധിച്ച് 2997 പേരെ പരിശോധിച്ചു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 194 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 204 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. താനൂരിൽ ലഹരി കേസിൽ പോലീസ് പിടികൂടിയ താമർ ജിഫ്രി എന്ന യുവാവ് കസ്റ്റഡിയിൽ മരിച്ച കേസിൽ അന്വേഷണം നടത്താൻ CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കി. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 27 നടത്താൻ സംസ്ഥാന സർക്കാരിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. ഈ മാസം 27-നാണ് വയനാട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 30 വരെ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് 25-നും മറ്റ് ജില്ലകളിൽ 26-നുമാണ് റംസാൻ ഫെയറിന് തുടക്കമാവുക. BJP ദേശീയ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിൽ നീരസം പ്രകടമാക്കിയ BJP ദേശീയ കൗൺസിൽ അംഗമായിരുന്ന മുതിർന്ന നേതാവ് N ശിവരാജൻ BJP സ്ഥാനം നൽകിയില്ലെങ്കിലും RSS കാരനെന്ന ലേബൽ ഒഴിവാക്കാൻ ആർക്കുമാകില്ലെന്ന് N ശിവരാജൻ പറഞ്ഞു. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം ഉടൻ കേരളം സന്ദർശിക്കുമെന്ന് കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസ് പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഈ സംബന്ധിച്ച തീരുമാനമെടുക്കും. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്നാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശം. ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയുടെ ഭാഗമായില്ലെന്ന് തന്നെ ഏൽപ്പിക്കുന്ന വിഷയം മാത്രമേ തനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കൂവെന്നും KV തോമസ് വ്യക്തമാക്കി. അനധികൃത സ്വത്ത് സംഭാവന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകി. വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചാൽ അജിത് കുമാറിനുള്ള സ്ഥാനക്കയറ്റത്തിൽ തടസ്സം മാറും. PV അൻവറിന്റെ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. KT ജലീൽ MLAയോട് രൂക്ഷമായി പ്രതികരിച്ച സ്പീക്കർ AN ഷംസീർ നിയമസഭയിൽ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടും ജലീൽ അതിന് തയ്യാറായിരുന്നതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. ചെയറിനെ ജയിലിൽ മാനിക്കില്ലെന്നും സമയം കഴിഞ്ഞത് പ്രസംഗം നിർത്താതെ ധിക്കാരമെന്നും സ്പീക്കർ പറഞ്ഞു. ഒരുപാട് തവണ ആവശ്യപ്പെട്ടും സഹകരിച്ചില്ലെന്നും ഷംസീർ പറഞ്ഞു. സംസ്ഥാനത്ത് 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടിയ ദേശീയ ഗുണനിലവാര അംഗീകാരമായി NABH ലഭ്യമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ 61 ആയുർവേദ ഡിസ്പെൻസറികൾക്കും ഒരു സിദ്ധ ഡിസ്പെൻസറിക്കും ഹോമിയോപ്പതി വകുപ്പിലെ 38 ഡിസ്പെൻസറികൾക്കുമാണ് NABH അംഗീകാരം ലഭ്യമായിരിക്കുന്നത്. വാളയാർ കേസിൽ സുപ്രധാന നീക്കവുമായി കുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തങ്ങളെ കൂടി പ്രതിയേർത്ത CBI നടപടിക്കെതിരെയാണ് ഹർജി നൽകിയത്. 10-ൽ കൂടുതൽ തൊഴിലാളികളുടെ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമവും ചൂഷണവും തടയുന്ന പോസ്റ്റ് നിയമപ്രകാരം 2013 പ്രകാരമുള്ള ഇന്ത്യൻ കമ്മിറ്റികൾ നിർബന്ധമായി രൂപീകരിക്കേണ്ടതുണ്ടെന്ന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി. 1 മണിക്കൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കുടുങ്ങി യാത്രക്കാർ. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒരു കുട്ടിയടക്കം 5 പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങി. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. 1 മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. ഏറ്റുമാനിൽ അമ്മയും മക്കളും ആത്മഹത്യ കേസിൽ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ്. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 65 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ കോയമ്പത്തൂരിൽ പിടിയിലായി. ആലപ്പുഴ പല്ലനേറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തോട്ടപ്പള്ളി മലങ്കര സെന്റ് തോമസ് സെൻട്രൽ സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ കുമാരകോടി സാന്ദ്രമുഖ് സ്വദേശി അഭിമന്യു, ഒറ്റപ്പന സ്വദേശി ആൽഫൻ ജോയ് എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മാനസിക പ്രശ്നമുള്ള മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. ആരോപണം നേരിടുന്ന ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള ശുപാർശ കേന്ദ്രത്തിന് കൈമാറി സുപ്രീം കോടതി.
സ്ത്രീകളുടെ മാർദ്ദം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗ ശ്രമത്തിന് തെളിവായി കണക്കാക്കാനാവില്ലെന്ന് അലഹാബാദ് ഹൈക്കോടതി വിവാദ ഉത്തരവിനെതിരെ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. എംപിമാരുടെയും ശമ്പളവും മറ്റു ആനുകൂല്യവും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി. എംപിമാരുടെ ശമ്പളം 1,24,000 രൂപ ഉയർത്തി. പ്രതിദിന അലവൻസ് 2,000 രൂപയിൽ നിന്ന് 2,500 രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുമുണ്ട്. 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള പരിഷ്കരണം നടപ്പിൽ വരിക. വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം RSS ഏറ്റെടുത്ത രാജ്യം തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ 1 വിക്കറ്റിന്റെ അവിശ്വസനീയമായ വിജയവുമായി ഡൽഹി ക്യാപിറ്റൽ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ 30 പന്തിൽ 75 റൺസ് എടുത്ത് നിക്കോളാസ് പൂരന്റെയും 36 പന്തിൽ 76 റൺസും എടുത്ത മിച്ചൽ മാർഷിന്റെയും കരുത്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എടുത്ത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹി 7-3 എന്ന നിലയിലും 65-5 എന്ന നിലയിലും പരിങ്ങിയപ്പോൾ 31 പന്തിൽ 66 റൺസ് നേടിയ അശുതോഷ് ശർമ്മ ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിച്ചു. 34 റൺസ് എടുത്ത ട്രിസ്റ്റാൻ സ്റ്റബ്സും 39 റൺസ് എടുത്ത വിപ്രജ് നിഗവും ഡൽഹിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. അവസാന ഓവറിൽ അശുതോഷ് ഡിസ്ക് അടിച്ച് കളി ജയിക്കുമ്പോൾ 3 പന്ത് കൂടി ബാക്കി ഉണ്ടായിരുന്നു. കടലിൽ കടക്കാൻ ഒരുങ്ങി ഗോലി സോഡ. പുതിയ ഫ്ലവറിൽ മനോരമ ബ്രാൻഡിൽ US, UK, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഗോലി സോഡ റീബ്രാൻഡിംഗ് ചെയ്യപ്പെടുന്നത്. നടൻ അക്ഷയ് കുമാർ നായകനാകുന്ന കേസരി ചാപ്റ്റർ 2 ടീസർ പുറത്തിറങ്ങി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.